ഗുരുവായൂരിൽ ആനകളെ മർദ്ദിച്ച വിഷയം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നു. ആനക്കോട്ടയിലെ CCTV ദൃശ്യങ്ങൾ കോടതി ആരാഞ്ഞു. എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്തൊക്കെയാണ് കോടതി ഇടപെടലിന്റെ വിവരങ്ങൾ? ഈ ഗുരുവായൂരിലെ ആനക്കോട്ടയിൽ ആനകളെ പാപ്പാന്മാർ മർദ്ദിക്കുന്ന വിഷയം വലിയ വിവാദമായി മാറിയിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ മാധ്യമ വാർത്തകളായി പുറത്തു വന്നതിന് പിന്നാലെ കോടതി ഇതിൽ ഇടപെടുകയും ചെയ്തു. വിശദീകരണം ആവശ്യപ്പെട്ടു ദേവസ്വം ബോർഡിന്റെ. ഇന്ന് ഹർജി വീണ്ടും പരിഗണിച്ചു. ആ ഘട്ടത്തിൽ കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആർക്കാണ് ആനക്കോട്ടയുടെ ചുമതല എന്നുള്ളതാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ആർക്കൊക്കെ എതിരെ നടപടി സ്വീകരിച്ചെന്ന് വ്യക്തമാക്കാൻ ദേവസ്വം ബോർഡിനോട് കോടതി ഇന്ന് പറഞ്ഞു. ആനക്കോട്ടയിലെ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ലേ എന്നും ആനക്കോട്ടയിൽ നടക്കുന്നത് എന്തൊക്കെയെന്ന് ദേവസ്വം ബോർഡിന് അറിവുണ്ടോ എന്നും കോടതി ചോദിച്ചു. അതായത് രൂക്ഷ വിമർശനം ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിന് നേരെ ഉണ്ടായി. ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴല്ലേ നിങ്ങൾ ഈ സംഭവമൊക്കെ അറിയുന്നത് എന്ന് ദേവസ്വം ബോർഡിനോട് കോടതി ചോദിക്കുകയുണ്ടായി. ദേവസ്വം അധികൃതർ നടപടി നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നു ദേവസ്വം ബെഞ്ച്. അതായത് ഈ മിണ്ടാപ്രാണികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ആ മർദ്ദിച്ച പാപ്പാന്മാർ മാത്രമല്ല ഉത്തരവാദികളാകാൻ പോകുന്നത്, മറിച്ച് ദേവസ്വം അധികാരികളും അതിൻ്റെ ഉത്തരവാദികളായി മാറും എന്ന് പറയുന്നു ഹൈക്കോടതി. ഒപ്പം തന്നെ ഈ പാപ്പാന്മാർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാത്തതിൽ വിമർശന ശരം കോടതിയിൽ നിന്നും നേരിടേണ്ടി വരുന്നു. ഇപ്പോൾ ദേവസ്വം ബോർഡ് ഹർജി കോടതി പരിഗണിച്ചുകൊണ്ടേയിരിക്കുന്നു. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.